ഡിബേറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ആശയ സംവാദം ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. കാച്ചിക്കുറുക്കിയ വാക്കുകളുമായിട്ട് 2 ടീം ഈ വേദിയിലേക്ക് എത്തും. അവരെ നയിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ഷാജനുകളാണ്. സുവിശേഷകനാണ്, എഴുത്തുകാരനാണ്, നന്നായി കാര്യങ്ങൾ മോഡറേറ്റ് ചെയ്യുന്ന ഷാജനങ്ങളിനെ, നമ്മുടെ സ്വന്തം ഷാജനങ്ങളിനെ നമ്മുടെ കരങ്ങളടിച്ച് ഡിബേറ്റിനായി നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. ഷാജൻ ജോൺ ഇടയ്ക്കാട്. താങ്ക് യു. CA കമ്മിറ്റിക്ക് വീണ്ടും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ CA ക്യാമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്വയറ്റ് ടൈമുണ്ട്, ആരാധനയുണ്ട്, ധ്യാന യോഗങ്ങളുണ്ട്, പഠന ക്ലാസ്സുകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, കാത്തിരിപ്പ് യോഗങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനും ചിന്തകൾ പങ്കുവെക്കുവാനുമായിട്ട് ആശയ സംവാദത്തിനുള്ള വേദികൾ തയ്യാറാക്കാറുണ്ട്. അങ്ങനെ നമ്മൾക്കുള്ള ഇപ്രാവശ്യത്തെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള വേദിയായി നമ്മുടെ ഈ ഡിബേറ്റ് സെഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ശരിക്കും നമ്മൾ ആഗ്രഹിച്ച സമയത്തേക്കാൾ അല്പം വൈകിയാണ് ഇത് ആരംഭിക്കുന്നതെങ്കിലും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് സമയത്ത് തന്നെ നിർത്തുവാനായിട്ട് കഴിയും. അല്പം കൂടെ നേരത്തെ തന്നെ നിർത്തത്തക്ക രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതാണ്. അത്യധികം സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഈ മലയുടെ മുകളിൽ വീണ്ടും വരുവാൻ. എത്രയോ വർഷങ്ങൾ ഈ മലയുടെ മുകളിൽ നടന്നിട്ടുള്ള ക്യാമ്പുകളിൽ നമ്മൾ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ചയ്ക്കായിട്ട് എടുക്കുകയും നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ അത് പുത്തൻ ചിന്താധാരകളിലേക്ക് നയിക്കുകയും ആ ചിന്തകളിലൂടെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് മാറ്റം വന്നിട്ടുള്ള നിരവധി കഥകൾ, അനുഭവങ്ങൾ പലരും പലയിടത്ത് വെച്ചും പങ്കുവെക്കാറുണ്ട്. ഈ വർഷത്തെ ഈ ഡിബേറ്റ് കഴിയുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഉള്ളത്. 2 മുതിർന്ന ചേട്ടന്മാരുടെ അടുക്കലേക്ക് പോയിട്ടുള്ള ഒരു കൊച്ചനുജൻ, ആ കൊച്ചനുജൻ മുതിർന്ന ചേട്ടന്മാരുടെ വഴിയിലൂടെ പോകാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ അങ്ങനെ പോകാതെ ദൈവത്തോടെ സംസാരിക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ ആ ബാലകൻ തൻ്റെ ജീവിതത്തിൻ്റെ ആപ്തവാക്യം അവിടെ പറയുന്നുണ്ട്. അരുളി ചെയ്യൂ ദൈവമേ, ഞാൻ കേൾക്കാം. സ്പീക്ക് ലോഡ്, ഐ ആം ലിസണിങ്. മറ്റുള്ളവരെ കണ്ടിട്ട് അതുവഴി സഞ്ചരിക്കുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ദൈവത്തെ കേൾക്കുക എന്നുള്ളതാണ് ഓരോ ഭക്തൻ്റെയും പരിഗണനയിൽ വേണ്ടത്. ബാലനായിട്ടുള്ള ശമൂവേലിന് അരുളി ചെയ്യൂ ദൈവമേ, ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറയാൻ കഴിയും എന്നുണ്ടെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രതീക്ഷകളായിട്ടുള്ള യുവജനങ്ങൾക്കും അതേ ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേർത്ത് വെക്കാൻ കഴിയണം. അരുളി ചെയ്യൂ ദൈവമേ, ഞാൻ കേൾക്കാം. നാം ക്രിസ്തുവിൻ്റെ സാക്ഷികൾ എന്ന നിലയിൽ കൂടുതൽ പുതുക്കപ്പെട്ടവരായിട്ട് ഈ വേദി വിട്ട്, ഈ ഉയർന്ന മല വിട്ട് താഴേക്ക് പോകുമ്പോൾ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയണം. അരുളി ചെയ്യൂ ദൈവമേ, ഞാൻ ശ്രദ്ധിക്കാം. ഡിബേറ്റ് ചർച്ചകളുടെ, ആശയങ്ങളുടെ ഒരു സംഘടന വേദിയാണ്. അതേ സമയത്ത് തന്നെ ഡിബേറ്റിൽ നടക്കുന്നത് നല്ല നല്ല ചിന്തകൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങാൻ ഇടയായിത്തീരണം. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ രൂപപ്പെടുത്താനും രൂപാന്തരപ്പെടുത്തുവാനും ഈ ചെറിയ ഡിബേറ്റിനകത്ത് നടക്കുന്ന ഓരോ ആശയങ്ങളും നിങ്ങൾ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വർഷത്തെ ഡിബേറ്റിന് വേണ്ടി ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത് എന്ന് സംഘാടകർ ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ചയിൽ ഐസക് സാർ ഉൾപ്പെടെ പങ്കെടുക്കുകയും ഒടുവിൽ ഐസക് സാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തീം നമ്മൾ ഡിബേറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുനിമിഷം നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തെ, ഈ ഭൂമിയെ അളന്നെടുക്കാൻ കഴിയും. ഭൂമിയുടെ ഏതൊരു വിവരങ്ങളും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടും കഴിയും. എന്നാൽ അളക്കാൻ കഴിയാത്ത വണ്ണം ആഴവും പരപ്പുമുള്ള മറ്റൊരു ലോകത്തും കൂടെയാണ് നാം ജീവിക്കുന്നത്, സൈബർ ലോകം. സൈബർ ലോകത്തിൻ്റെ ഡിവൈസുകൾ മുതൽ അതിനകത്തേക്ക് കടന്നുകൂടുന്ന ആപ്പുകൾ ഉൾപ്പെടെ നവമാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും സൈബർ ലോകത്തും ഇടകലർന്നാണ് ജീവിക്കുന്നത്. ഡിവൈസുകൾ മുതൽ ആപ്പുകൾ വഴി സമൂഹ മാധ്യമങ്ങളും ആശയ വിനിമയ ഉപാധികളും നാം ഓരോരുത്തരും നിരന്തരമായി കൈകാര്യം ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഈ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിൽ പലരും അത്തരം ഇടപെടലുകൾ ഒരു പക്ഷേ ക്ലാസ്സുകൾക്കിടയിലൊക്കെ നടത്തുന്നുണ്ടാകാം. അതിനെയൊക്കെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിരവധിയായിട്ടുള്ള ചിന്തകൾ, ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. നാം അനുദിനം കടന്നു പോകുന്ന ഈ യാത്രയിൽ സൈബർ ലോകത്തെക്കുറിച്ച് പലയിടങ്ങളിൽ നിന്നും
പല അഭിപ്രായങ്ങളും സന്ദേശങ്ങളും നാം കേൾക്കാറുണ്ട്. അനുകൂലിച്ചും പ്രതികൂലിച്ചും കേട്ട് നമ്മിൽ പലരും ആശയക്കുഴപ്പത്തിലുമാണ് ഇവിടെ ഇരിക്കുന്നത് എന്നും നാം തിരിച്ചറിയുന്നു. ഈ സാഹചര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി ഒരന്വേഷണം നാം നടത്തുകയാണ്. സൈബർ ഇടങ്ങൾ നമ്മൾക്ക് ഗുണമോ ദോഷമോ? സൈബർ ലോകം നമ്മെ സംബന്ധിച്ച് കെൽപ്പോ കെണിയോ എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി 2 ടീം നമുക്ക് തയ്യാറായിട്ടുണ്ട്. 6 പേര് വീതമുള്ള 2 ടീമാണ് നമുക്ക് തയ്യാറെടുക്കുന്നത്. കെൽപ്പ് അല്ലെങ്കിൽ ഗുണമാണ് സൈബർ ലോകം എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന പാസ്റ്റർ പവീൻ ജോർജിൻ്റെ ടീമിനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പാസ്റ്റർ പവീൻ ജോർജ്, ഡിസ്ട്രിക്ട് CA ഇവാഞ്ചലിസം കൺവീനർ പാസ്റ്റർ ഐവർകാല AG ചർച്ച്, സിസ്റ്റർ കൃപ റജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഫാത്തിമ മാത നാഷണൽ കോളേജ് AG നെല്ലിക്കുന്നം സഭയുടെ അംഗം കൂടെയാണ്. പാസ്റ്റർ വൈശാഖ് R, ട്രിവാൻഡ്രം ഈസ്റ്റ് സെക്ഷൻ CA പ്രസിഡന്റ്, ചീനിവിള AG സഭയുടെ ശുശ്രൂഷകൻ. സിസ്റ്റർ ദെബോറ ശ്രീകുമാർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കൊരട്ടി AG സഭാംഗം. സിസ്റ്റർ അന്ന ജോൺസൺ, BAMS ആയുർവേദ കോളേജിൽ അവസാന വർഷം വിദ്യാർത്ഥിനി, കായംകുളം സഭാംഗം. ബ്രദർ ജോൺസൺ KA, ടീച്ചർ, ചാലക്കുടി സെക്ഷൻ CA പ്രസിഡന്റ്, കൊരട്ടി AG സഭാംഗം എന്നിവരാണ് സൈബർ ലോകം നമുക്കെന്നും കരുത്തു പകരുന്ന കെൽപ്പായിട്ട് നിൽക്കുന്ന ലോകമാണ് എന്ന് സംബന്ധിച്ച് ആശയത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി നമ്മോടൊപ്പം പങ്കെടുക്കുന്ന ടീമംഗങ്ങൾ. ഇതൊരു കെണിയാണ്, നമുക്ക് അപകടങ്ങളാണ് നൽകുന്നത് എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ടീമിൻ്റെ ലീഡറായി പ്രവർത്തിക്കുന്നത് പാസ്റ്റർ ജോബിൻ ജോർജ്, ഇടുക്കി സെക്ഷൻ CAയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 13 വർഷമായി കഞ്ഞിക്കുഴി സഭയുടെ പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നു. പാസ്റ്റർ ബിനോയ് ബേബി, മുൻ സെക്ഷൻ പ്രസ്പിറ്റർ, കല്ലറയിൽ 25 വർഷമായി ഒരു സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന ദൈവദാസൻ. ബ്രദർ മാത്യൂസ് CR, കൊട്ടാരക്കര തൃക്കണമംഗൽ സഭാംഗം, മറൈൻ എഞ്ചിനീയറായി സൗദിയിൽ ജോലി ചെയ്യുന്നു. സിസ്റ്റർ ലില്ലി ബിനു, കായംകുളം AG സഭാംഗം, നേഴ്സായിട്ട് താൻ പ്രവർത്തിക്കുന്നു. സിസ്റ്റർ രേവതി രാജേഷ്, കായംകുളം AG സഭാംഗം, നേഴ്സായിട്ട് താൻ പ്രവർത്തിക്കുന്നു. ജബേസ് P ജോസഫ്, പീരുമേട് AG സഭാംഗം, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ താൻ ആയിരിക്കുന്നു. ഡിബേറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയേണ്ടതില്ലെങ്കിലും ഒരു ഡിബേറ്റ് ആയതുകൊണ്ടും ചർച്ച ആയതുകൊണ്ടും ആശയങ്ങൾ പലതരത്തിൽ വരുന്നതുകൊണ്ടും നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നുകൂടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഡിബേറ്റിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനോടകം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഒരിക്കൽ കൂടി പരസ്യമായിട്ട് നിർദ്ദേശം ഞാൻ പങ്കുവെക്കുകയാണ്. ആത്മീയതയ്ക്ക് നിരക്കാത്ത ഒരു വാക്കും ഈ വേദിയിൽ പറയാൻ പാടില്ലാത്തതാണ്. ഭാഷ ശ്രദ്ധിച്ച് പ്രയോഗിക്കണം. അംഗവിക്ഷേപം വരെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. വ്യക്തികളെയും സംഘടനകളെയും ഇകഴ്ത്തുന്ന പ്രസ്താവനകൾ ചർച്ചയുടെ ഭാഗമായി വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾക്ക് അവരവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്ന് ഓർക്കണം. അനുവദിക്കപ്പെട്ട സമയം കൃത്യമായി പാലിക്കണം. വിഷയത്തിനകത്ത് നിന്ന് മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കണം. ഫ്ലോറ് ശ്രദ്ധിക്കേണ്ട കാര്യം ചർച്ചയാണ്. ചൂടുപിടിച്ച ചർച്ച വരുമ്പോൾ നമ്മുടെ ആവേശം കത്തിജ്വലിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നെനിക്ക് മുൻകാല അനുഭവങ്ങളുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാനും നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ ഡിബേറ്റ് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് എല്ലാം ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യേണ്ടതാണെന്നും പരമാവധി ശാന്തമായിരിക്കണമെന്നും ഡിബേറ്റിൽ നമ്മൾ ആവേശത്തോടെ പ്രതികരിച്ച് കൈയടിച്ച് ബഹളം വെക്കുന്നതിനേക്കാൾ അപ്പുറം ഇവിടെ കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറി ഒരുപക്ഷെ നമ്മുടെ തെറ്റുകളെ തിരുത്തുവാനും നമ്മുടെ ശരികളെ കൂടുതൽ ശാക്തീകരിക്കാനും ഉപകരിക്കുന്ന ഒരു അവസരമായിട്ട് ഇത് മാറണം. വരുന്ന 1.25 മണിക്കൂർ കൊണ്ട് 12 സഹോദരങ്ങൾ ചേർന്ന് 18 ലഘു പ്രസംഗങ്ങൾ നടത്താൻ പോകുന്ന ഒരു വേദിയാണിത്. കാച്ചിക്കുറുക്കിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് തരുന്നില്ല. ബിസ്ക്കറ്റ് അടർത്തി മാറ്റിയിട്ട് അതിനകത്തുള്ള ക്രീം മാത്രമാണ് തരുന്നത്. ഓരോ സെക്കൻഡുകളും ബിസ്ക്കറ്റിനകത്ത് ക്രീം മാത്രം തരുന്നു എന്നുള്ളത് കൊണ്ട് അത് സ്വാഭാവികമായിട്ടും ഏറെ രുചികരമായി മാറുമ്പോൾ നമ്മൾ ആവേശഭരിതമായി മാറിയേക്കാം. അമിതമായിട്ട് ആവേശം
നാശമുണ്ടായാൽ എനിക്ക് വീണ്ടും എഴുന്നേൽക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ ഡിബേറ്റിനെ ആവേശപൂർവ്വം സ്വീകരിക്കാൻ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഡിബേറ്റ് ടീമിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യുന്നു. ഇന്നത്തേക്ക് വേണ്ടി കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം വന്ദനം ചെയ്തുകൊണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് ക്രൈസ്റ്റ് അംബാസഡേഴ്സ് 2025 ക്യാമ്പിൻ്റെ 2ാം ദിവസത്തെ ഏറ്റവും അട്രാക്റ്റീവ് ഇനമായിട്ട് നമ്മുടെ ഡിബേറ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. സൈബർ ലോകം കെൽപ്പോ കെണിയോ എന്ന ചർച്ച ഇവിടെ ആരംഭിക്കുന്നു. ചർച്ച തുടങ്ങി വെക്കാൻ ആവേശത്തോടെ നമ്മുടെ മുമ്പിലേക്ക് ഓടിയെത്തുന്നു പാസ്റ്റർ പവീൻ ജോർജ്. ഈ സൈബർ ലോകം കെൽപ്പാണ് എന്ന നിലപാട് നമ്മോട് പ്രഖ്യാപിക്കും. പ്രൈസ് ലോർഡ്. ഈ ഡിബേറ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന ക്രൈസ്തവ ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമായ ഷാജൻ സാറ്, എന്നോടൊപ്പം ഈ ഡിബേറ്റിൽ എൻ്റെ ടീം അംഗങ്ങളായി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ, മറുഭാഗത്ത് സംസാരിക്കുന്ന ലീഡറായിരിക്കുന്ന ബഹുമാനീയ കർത്താവദാസൻ പാസ്റ്റർ ജോബിൻ ജോർജ് നേതൃത്വം കൊടുക്കുന്ന ടീം, ഇവിടെയായിരിക്കുന്ന മറ്റെല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാ ക്രൈസ്റ്റ് അംബാസഡേഴ്സിനും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ഡിബേറ്റിൻ്റെ വിഷയം ഇന്നത്തെ സൈബർ ഇടങ്ങൾ കെണിയോ കേൾപ്പോ എന്നുള്ളതാണ്. സൈബർ എന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവായി മാത്രം കാണുന്ന കേൾക്കുന്ന ഒരു ലോകത്ത് അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു മേഖലയിൽ, എന്നാൽ സൈബർ ഇടങ്ങൾ ലോകത്തിന് പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സൈബർ ഇടങ്ങൾ കെൽപ്പാണ് എന്നുള്ളത്. യോഹന്നാൻ 1:3 സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. 1982 വില്യം ഗിബ്സൺ എന്ന വ്യക്തിയാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയ പദമാണ് സൈബർ സ്പേസ് എന്നുള്ളത്. സൈബർ സ്പേസ് എന്നാൽ ആധുനിക ലോകത്തിൽ ആർക്കും പിടിച്ചു വെക്കാൻ കഴിയാത്ത രീതിയിൽ അനന്ത സാധ്യതകൾ നിലനിൽക്കുന്ന ദൃശ്യ മാധ്യമ ഹ്രസ്യ ശൃംഖലയാണ് ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ ചേർന്ന് സൃഷ്ടിച്ച അതുല്യ ലോകമാണ്, അദൃശ്യ ലോകമാണ്, വിർച്വൽ റിയാലിറ്റിയാണ് ഈ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. 1991 ടിംസ് ബെർണിസ് ലീ എന്ന വ്യക്തി വേൾഡ് വൈഡ് വെബും, 2004 ഫേസ്ബുക്കും, 2005 യൂട്യൂബും, 2006 ട്വിറ്ററും തുടങ്ങിയതോടെ സൈബർ സ്പേസിന് വേഗത കൂടുകയും അതൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയായി മാറുകയും ചെയ്തു. എന്നാൽ 1990കളിൽ സൈബർ സ്പേസ് ക്രൈസ്തവ ലോകത്തിന് നൽകിയ സംഭാവനകൾ ഒരു വലിയ മുതൽക്കൂട്ടായി മാറി. 1980കളിൽ തന്നെ ജീസസ് എന്ന ഫിലിമിനെ കുറിച്ചുള്ള ആശയങ്ങൾ മുമ്പിൽ വന്നു. 1990ൽ സൈബർ ഇടങ്ങളുടെ സ്വാധീനം വല്ലാതെ കടന്നു കയറിയപ്പോൾ 1990ൽ ലോകരക്ഷിതാവായ മശിഹ അവതരിച്ചു എന്ന് ജീസസ് ഫിലിമിലൂടെ സൈബർ ഇടങ്ങൾ ഒരു ഹെൽപ്പായി മാറി, സൈബർ ഇടങ്ങൾ ഒരു ഗുണമായി മാറി. ലോകത്തിന് വിളിച്ചു പറഞ്ഞു യേശു ക്രിസ്തു എന്ന മശിഹ ജനിച്ചു എന്ന ഒരു വലിയ വാർത്ത. 1993ൽ BibleGateway.com എന്ന ഫ്രീ ആയൊരു ബൈബിൾ ട്രാൻസ്ലേഷൻ ഉണ്ടായി. അതുവരെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അത്രയ്ക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ 1993 ശേഷം BibleGateway എന്ന .comലൂടെ നമുക്കേവർക്കും ഒരു വിരൽ തുമ്പിൽ ടച്ച് ചെയ്തുകൊണ്ട് ബൈബിൾ വിവർത്തനം ചെയ്യാവുന്ന രീതിയിലേക്ക് മാറി. 1990കളിൽ എനിക്കറിയാം പഴയ ആളുകളും പുതിയ ആളുകളും ഇവിടെ ഇരിപ്പുണ്ട്. 1990കളിൽ ദയാസാഗർ എന്ന് പറയുന്ന ദൂരദർശനിൽ ജീസസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും പഞ്ചാബി ഭാഷയിലുമൊക്കെ നിറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു ലോകരക്ഷകനാണെന്ന് കാലഘട്ടങ്ങൾക്ക് മുമ്പിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ലോകത്തിന് വരച്ചു കാട്ടിയപ്പോൾ അന്ന് ലോകം പറഞ്ഞു സൈബർ ഇടങ്ങൾ അതെ ക്രൈസ്തവ ലോകത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്നുള്ളത്. അവൻ ഭൂതകാലങ്ങൾ മാത്രമല്ല വർത്തമാനകാലത്തിലേക്ക് കണ്ണോടി
ഓടിക്കുമ്പോൾ അനവധി മേഖലകൾ നമുക്ക് സൈബർ ഇടങ്ങൾ ഗുണമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ മേഖലയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്, ഭരണപരമായ വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ സെക്കുലർ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭരണപരമായുള്ള വളർച്ച സൈബറിലൂടെ ഒരു വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമാനം കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് സഭയായ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വെബ്സൈറ്റ് ഉണ്ട്. അത് വന്നത് സൈബർ ഇടങ്ങൾ വന്നത് കൊണ്ട്. ഈ വിരൽ തുമ്പി തൊടുമ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നേതാക്കന്മാർ ഇന്നലകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇന്നലകൾ ഇതിനു വേണ്ടി പോരാടിയ നമ്മുടെ മഹൽ വ്യക്തികളെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വിരൽ തുമ്പിൽ തൊടുമ്പോഴാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഒരു വിവാഹം നടക്കുമ്പോൾ, മറ്റു കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ പാസ്റ്റർമാർ ബസ്സും കയറി പെട്രോളും അടിച്ച് പുനലൂര് വന്ന് ഓഫീസിൽ വന്ന് രജിസ്റ്റർ മേടിച്ച് വിവാഹ രജിസ്റ്റർ മേടിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നു. നമ്മുടെ പ്രസ്ഥാനം അപ്ഡേറ്റഡ് ആയി മാറി. വിവാഹ രജിസ്റ്റർ രേഖ ഉൾപ്പെടെയുള്ള എല്ലാ ഫോമുകളും ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വെബ്സൈറ്റിൽ ലഭിക്കുന്നെങ്കിൽ ഒരേ സ്വരത്തോടെ നമുക്ക് പറയാൻ പറ്റും, ഈ സൈബർ ലോകം, സൈബർ നമുക്ക് ഗുണമാണ് എന്നുള്ളത്. എന്തിനേറെ പറയണം, ഇവിടെ CA ക്യാമ്പിന് രജിസ്റ്റർ ചെയ്ത നമ്മൾ ഓരോരുത്തരും ഒരു ഗൂഗിൾ ഫോമിലൂടെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പോലും ഒരു ഗൂഗിൾ ഫോമിനകത്ത് ടച്ച് ചെയ്ത് രജിസ്റ്റർ ചെയ്തെങ്കിൽ അവരും പറയണം സൈബർ ഇടങ്ങൾ നമുക്ക് ഗുണമാണ് എന്നുള്ളത്. തീർന്നില്ല, നമുക്ക് പാസ്റ്റേഴ്സിനൊരു കോമൺ ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ബഹുമാന്യ സെക്രട്ടറി ഒരു വാർത്ത വന്നാൽ അത് ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ മതി, 1000 പാസ്റ്റർമാരിലേക്ക് ആ ഒറ്റ വാർത്ത ഒരു സെക്കൻഡ് കൊണ്ടെത്തുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും സൈബർ ഇടങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് വലിയ ഗുണമാണ് എന്നുള്ളത്. തീർന്നില്ല, ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നുണ്ട്. നമുക്ക് എത്ര പാസ്റ്റർമാരുണ്ട്, നമുക്ക് എത്ര സഭകളുണ്ട് എന്ന് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റിംഗ് ലെവൽ അപ്ഡേറ്റഡ് ആയതിൻ്റെ കാരണം സൈബർ ഇടങ്ങൾ വന്നതാണെന്ന് ഞാൻ നിങ്ങളുമായി പറയട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഗ്രോത്ത്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രോത്ത്, രണ്ട് എഡ്യൂക്കേഷണൽ ഗ്രോത്ത്. പണ്ടൊക്കെ നമുക്ക് ഒരു BA-യും ഒരു എൻജിനീയറിങ്ങും ഒരു നേഴ്സിങ്ങും മാത്രമേ അറിയത്തുള്ളായിരുന്നു. സൈബർ ഇടങ്ങളുടെ കടന്നുകയറ്റം വന്നപ്പോഴാണ് വിദ്യാഭ്യാസ മേഖലയിലെ അനന്ത സാധ്യതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തിനേറെ പറയണം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹപ്രവർത്തകർ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ റോബോട്ടിക് എന്നും പറഞ്ഞും ഡേറ്റ സയൻസ് എന്നും പറഞ്ഞും ജോലി ചെയ്യുന്നെങ്കിൽ അത് സൈബർ ഇടങ്ങൾ കൊണ്ടുവന്ന വലിയ ഗുണമാണെന്ന് ഇന്നത്തെ നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമായൊരു കാര്യമാണ്. തീർന്നില്ല, നമ്മൾ നേരത്തെ കേട്ടു ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ച്. ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ്റെ ടീം ഒരു സ്ഥലത്ത് പോയി ഒരു ലിപി ഉണ്ടാക്കി ഒരു ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യാൻ മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, കാലഘട്ടങ്ങളുടെ ദൈർഘ്യമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും കാലദൈർഘ്യം കുറച്ച് ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ വേഗത്തിലാക്കാൻ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അഥവാ നമ്മുടെ ഈ സൈബർ ലോകത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഒത്തിരി പറയാനുണ്ട്, ഇതും കൂടെ പറഞ്ഞു നിർത്താം. മൂന്നാമത്തെ കാര്യം കൾച്ചറൽ ഗ്രോത്ത്. സാംസ്കാരികപരമായി നമുക്ക് ഒരു മുന്നേറ്റം ഉണ്ടായത് ഈ സൈബർ ലോകത്തിന്റെ വരവാണ്. ഒരു ഗുഡ് മോർണിംഗും ഒരു ഗുഡ് നൈറ്റും ഒരു താങ്ക് യുവും ഒരു സോറിയും ഒക്കെ പറയാൻ തുടങ്ങിയത് ഈ സൈബർ ലോകത്തിന്റെ കടന്നുകയറ്റമാണ് പ്രിയപ്പെട്ടവരെ. 4 സ്പിരിച്വൽ ഗ്രോത്ത്. ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയപ്പോൾ, ആരാധനാലയങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടന്നാലും ആരാധനയെ ഒതുക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സുവിശേഷം പ്രകാശിപ്പിച്ചെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സൈബർ ഇടങ്ങൾ ഗുണമാണ്, ഗുണമാണ്, ഗുണമാണ്. അപ്പൊ അതിന് നന്ദി. അതിനേക്കാൾ ആവേശത്തോടെ അതിന് മറുവാദങ്ങൾ പറയാൻ എത്തുന്നു. ഇതൊരു കെണിയാണ് എന്ന് സ്ഥാപിക്കാൻ എത്തുന്ന ടീം ലീഡർ ജോബിൻ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. സഭയ്ക്കകത്തെ എന്തോ അല്പം കാര്യങ്ങളുടെ പേരിൽ ഈ മുഴുവൻ ലോകത്തിൽ നടക്കുന്ന തിന്മകളെ തിരിച്ചറിയാൻ കഴിയാതെ കഠിനമായ ഹൃദയത്തിൻ്റെ ഉടമയായി എൻ്റെ സ്നേഹിതനായ പവീനായി തീർന്നതിന് എനിക്ക് വിഷമമുണ്ട്. എത്രയോ അമ്മമാരുടെ കണ്ണുനീർ നാട്ടിൽ വീണുകൊണ്ടിരിക്കുകയാണ്.
എത്രയോ കുടുംബങ്ങൾ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാ, എത്രയോ പേർ ആത്മഹത്യയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാ. ഇതെന്തേ കാണാതെ പോയത്? ഇന്നത്തെ തലമുറയെ, ഞങ്ങളുടെ സിയയുടെ സുഹൃത്തുക്കളെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സൈബറിടങ്ങൾ ഒരു മഹാകെണി എന്ന് അവതരിപ്പിക്കുന്നതിനാണ് ഞാനും എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളും ഇവിടെ അണിനിരന്നിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് മാത്രം എന്തോ ഒരു മാറ്റം നടന്നതിനെ ഇത്ര പൊക്കി പറയുന്നതിൻ്റെ പിന്നിലുള്ള ചേതവികാരം എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 60 നൂറ്റാണ്ട് എവിടെ കിടക്കുന്നു? 20 വർഷം എവിടെ കിടക്കുന്നു? 60 നൂറ്റാണ്ട് ഞാൻ പറയുന്നത് 6000 വർഷങ്ങൾ, BC-യുടെ കാലത്തിലെ 4000 വർഷങ്ങളും യേശുക്രിസ്തു ലോകത്ത് വന്ന ശേഷമുള്ള 2000 വർഷങ്ങളും 60 നൂറ്റാണ്ടിൻ്റെ കാലത്തിൽ എത്രയോ മനുഷ്യർ ലോകത്തിൻ്റെ എല്ലാ വൻകരയിലുമായി ജീവിച്ചു. പക്ഷേ ആ മനുഷ്യർക്കൊന്നും ഈ കാര്യാദികളില്ലാത്തതിൻ്റെ പേരിൽ എന്ത് നഷ്ടമാണ് ഈ ലോകത്തിലുണ്ടായത്? അവർക്ക് ആയുസ്സില്ലായിരുന്നോ? അവർക്ക് ആരോഗ്യമില്ലായിരുന്നോ? അവർക്ക് സ്നേഹബന്ധങ്ങളില്ലായിരുന്നോ? അവർക്ക് പരസ്പര സഹായങ്ങളില്ലായിരുന്നോ? നേട്ടങ്ങളില്ലായിരുന്നോ? വിദ്യാഭ്യാസമില്ലായിരുന്നോ? പിന്നെ എന്ത് കുറവിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പുതിയ പ്രതിഭാസം ലോകത്തിലേക്ക് വന്നെത്തിയത്? ഒരു ബൈബിൾ വാക്യം കൊണ്ട് ഞാൻ അതിന് ഉത്തരിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ സദാപൂർവം ഇവിടെ കേൾക്കണമേ. മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ, വല്ലാത്ത വലയിൽ പിടിപെട്ടുന്ന മത്സ്യങ്ങളെ പോലെയും കെണിയിലകപ്പെടുന്ന പക്ഷികളെ പോലെയും പെട്ടെന്ന് വന്നു കൂടുന്ന ദുഷ്കാലം കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഒന്നുകൂടെ പറയുന്നു, പെട്ടെന്ന് വന്നു കൂടുന്ന ദുഷ്കാലം കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. അയ്യോ, ഇത് നേട്ടമല്ല, പെട്ടെന്ന് വന്നു കൂടിയ ഒരു ദുഷ്കാലമാണെന്ന് തിരിച്ചറിയാതെ പോകരുത്. 6000 വർഷങ്ങൾ നടക്കാത്ത, 6000 വർഷങ്ങളിൽ കേൾക്കാത്ത, പെട്ടെന്നൊരു 20 വർഷത്തിനകത്ത് പെട്ടെന്ന് വന്ന ഈ പ്രതിഭാസം ഒരു മഹാകെണിയാണ്. സഭയ്ക്കകത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു, ശക്തി അങ്ങ് ലഭിച്ചതാണ്. ഞാൻ പറഞ്ഞു, ശക്തി ലഭിച്ചതല്ല, ശക്തി എവിടെയൊക്കെയോ ചോർന്നതാണ്. ഇവിടെ 1000-ൽ പരം ആളുകളെ ഇരിപ്പുള്ളൂ. എന്നാൽ പെന്തക്കോസ്തിന്റെ 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നപ്പോ പത്രോസ് ഒരു മൈക്കിന്റെ ആധുനിക സംവിധാനം പോലും ഇല്ലാതെ 3000 പേരാണ് ഒറ്റ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടതെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മൈക്ക് പോലും ഇല്ലാതെയാകുന്നെങ്കിൽ ശക്തി എവിടെയാണ്? കേരളത്തിലെ കണക്ക് പരിശോധിക്കൂ. ഈ 20 വർഷം വാസ്തവമായി രക്ഷിക്കപ്പെട്ടത് എത്ര പേരാണ്? 10 വർഷത്തെ കണക്ക് പരിശോധിക്കൂ, വാസ്തവമായി രക്ഷിക്കപ്പെട്ടത് എത്ര പേരാണ്? സൈബറിടങ്ങളുടെ വികസനം വന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചെങ്കിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടനായിരുന്നു? 3000 പോലും ഉണ്ടോ? എന്നാൽ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000, അത് 5000-ആയി സഭയിൽ പെരുത്ത കൂട്ടമായി തീർന്നു. പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കാലഘട്ടങ്ങളിൽ ക്ഷയിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ബൈബിൾ ട്രാൻസ്ലേഷൻ, സെപ്റ്റുജിന്റിന്റെ ഒക്കെ ട്രാൻസ്ലേഷൻ യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പേ നടത്തിയെങ്കിൽ, പ്രിയരെ, അന്ന് ഭാഷകൾ അധികമില്ലായിരുന്നു. ആ ഉള്ള ഭാഷയ്ക്കകത്ത് വ്യക്തമായ ട്രാൻസ്ലേഷൻ ഘട്ടം ഘട്ടമായി നടത്തി. ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ലാറ്റിൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എവിടെയായിരുന്നു നവമാധ്യമങ്ങൾ ഉണ്ടായിരുന്നത്? അതിനെന്തെങ്കിലും കുറവ് വന്നോ? അതുകൊണ്ടല്ലേ വില്യം കേറിയെ പോലെ സാധാരണക്കാരൊക്കെ ബൈബിൾ വായിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് മലയാളത്തിലും ബംഗാളിലും അച്ചടിച്ചത്? ഏത് ഭാഷയുണ്ടായിട്ടാ, ഏത് സംവിധാനം ഉണ്ടായിട്ടാ മലയാളം ബൈബിൾ നമ്മുടെ കൈ കിട്ടിയേ? പ്രിയരെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ തൻ്റെ ശക്തിയാൽ എന്ത് സാധ്യമാ? ശൂന്യതകൾ നകത്തുനിന്ന് വിളിച്ചു വരുത്താൻ ദൈവത്തിന് കഴിയും. അത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ ഇല്ലാത്ത രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. ഇത് ഇല്ലാത്ത കാലത്തും എന്തായിരുന്നു രജിസ്ട്രേഷൻ ഒരു കുറവ്? ഭംഗിയായിട്ട് നടന്നിട്ടില്ലയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിലും, ഓൺലൈൻ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും, ഇവിടെ വന്ന് എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായി പറയുകയാണ്.
നമ്മളെ വീട്ടിനകത്ത് എലി വരത്തില്ല, എലി. ഈ എലിക്ക് പഴം എന്ത് ഇഷ്ടമാ, എന്ത് കൊതിയാ. തൻ്റെ വിശപ്പടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ ഓടി വരുമ്പോൾ ആ പഴം, പക്ഷെ അതിനകത്ത് വിഷം വെച്ചിരിക്കുകയാ. ഇതുപോലെയാണ് സൈബർ ഇടങ്ങൾ ഒരു മഹാകെണിയായി നമ്മുടെ ലോകത്തിൽ വന്നു ഭവിച്ചതെന്ന് നമ്മൾ അറിയാതെ പോകരുത് പ്രിയരെ. എലിക്ക് പഴത്തിനകത്ത് വിഷം വെച്ച് കെടുത്തതുപോലെയാണ് നമ്മുടെ സൈബർ ഇടങ്ങൾ. അതുകൊണ്ടല്ലേ ആത്മഹത്യ വർദ്ധിച്ചത്, അതുകൊണ്ടല്ലേ കുടുംബങ്ങൾ തകർന്നത്, സ്നേഹബന്ധങ്ങൾ തകർന്നത്. സൈബർ ഇടങ്ങൾ ഒരു ക്യാൻസറായി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ മാറി തീർന്നു. അതുമാത്രമല്ല, നമ്മുടെ 24 ചാനലിലെ ശ്രീകണ്ഠൻ നായർ എത്രയോ സ്നേഹത്തോടു കൂടിയാ നമ്മുടെ സംസ്ഥാനം മുഴുവൻ നടന്ന ലഹരിയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നത്. അതിൻ്റെ അഡിക്ഷനെ കുറിച്ച് അദ്ദേഹത്തോട് എനിക്ക് നേരിട്ടെടുത്തിരുന്നെങ്കിൽ ഒരു വാക്കുകൂടെ പറയായിരുന്നു. ഇതേ ഈ സൈബർ പ്ലാറ്റ്ഫോമും ഒരു മഹാ അഡിക്ഷനായിട്ട് നമ്മുടെ തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് ആ കണികൾ? സാമ്പത്തിക തട്ടിപ്പ് ഒന്ന്. എനിക്ക് പിന്നാലെ എൻ്റെ സഹോദരൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയും. സാമ്പത്തിക തട്ടിപ്പുകൾ, തെറ്റായ ബന്ധങ്ങൾ, സൈബർ ബുള്ളിയിങ്, മാനസിക പിരിമുറുക്കങ്ങൾ ആരോഗ്യ മേഖലയെ ബാധിക്കുന്നു. കുട്ടികളെ അവർക്ക് ക്യാൻസർ രോഗങ്ങളും അവരെ വല്ലാത്ത രീതിയിൽ പിരിമുറുക്കുകയാണ്. ഇങ്ങനെയുള്ള വിവിധമായ തെറ്റുകൾ. ഫോൺ എന്തിനാ ലോക്ക് ചെയ്യുന്നേ? പേടിയുണ്ടായിട്ടല്ലേ ലോക്ക് ചെയ്യുന്നേ? അപ്പൊ സൈബർ നല്ലതാണെങ്കിൽ ലോക്ക് ചെയ്യുമായിരുന്നോ? അപ്പോൾ മനസ്സിലാകത്തില്ല, കെണിയുള്ളത് കൊണ്ടാണ് ലോക്ക് ചെയ്യുന്നേ. മോർഫിംഗ് നടത്തി എന്തെല്ലാം കോപ്രായങ്ങളെ കാണിക്കുന്നത്. എൻ്റെ പ്രിയരെ, അതുകൊണ്ട് ഞാൻ ഉറച്ചു പറയുന്നു, നമ്മുടെ സമൂഹത്തെ തിന്മയിൽ നിന്ന് രക്ഷിക്കൂ. സൈബർ ഇടങ്ങളുടെ കെണിക്കകത്ത് നമ്മുടെ ആരും അകപ്പെടരുതെന്നാണ് എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്. താങ്ക് യു പാസ്റ്റർ ജോബിൻ. കൃപ മറുപടി സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൈബർ സ്പേസ് ക്രൈസ്തവ സഭയ്ക്ക് കെണിയല്ല കെൽപ്പാണ് എന്ന വിഷയവുമായി നിൽക്കുന്നു. ഞാൻ ആദ്യമായി തുടങ്ങട്ടെ. ഇത് 21-ാം നൂറ്റാണ്ട്, 2025. പാസ്റ്ററുകൾ പറഞ്ഞതനുസരിച്ച് നാം എല്ലാം പഴയ കാലത്തിലേക്ക് തിരിഞ്ഞ് ഒന്നും കൂടി പോകണമോ എന്നാണ് എൻ്റെ ചോദ്യം. പത്രോസ് മൈക്കിൽ കൂടിയല്ല പ്രസംഗിച്ചത്, പക്ഷെ എനിക്ക് മുമ്പായി പ്രസംഗിച്ച പ്രിയ പാസ്റ്ററുകൾ മൈക്കിൽ കൂടിയാണ് പ്രസംഗിച്ചത്. സൈബർ സ്പേസ് വന്നതിന് ശേഷമാണ് ഈ ലോകത്തിൽ ആത്മഹത്യകളും കെണികളും ചതിക്കുഴികളും വന്നു എന്ന് പ്രിയ പാസ്റ്ററുകൾ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾക്ക് മുന്നിൽ ഒരു കഥ ഞാൻ പറയാം. 2 സഹോദരന്മാർ, സ്വന്തം സഹോദരനെ അസൂയയും കോപവും ഒന്ന് കൊലപ്പെടുത്തിയ കയീൻ, സ്വന്തം സഹോദരനായ ഹാബീലിനെ കൊലപ്പെടുത്തിയ കയീൻ, സൈബർ സ്പേസും വന്നതിന് എത്രയോ മുന്നമേയാ ആ കൊലപാതകം ഈ ലോകത്തിൽ നടന്നത്. ആത്മഹത്യ എന്തിനു പറയുന്നു? ചതിക്കുഴികളുടെ കാര്യം പറയുന്നു. ഇസ്കോരിയത്തെ യൂദ കർത്താവായ യേശുക്രിസ്തുവിനെ ചതിച്ചത് അതിൽ പരം ചതി ഈ ലോകത്തിലില്ല. സൈബർ സ്പേസ് വന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ചതികളാണിത്. അപ്പോൾ അവിടെ കൊണ്ടും തീരുന്നില്ല. പ്രലോഭനങ്ങൾ, പല മോർഫിംഗ് തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞല്ലോ. പൊത്തിഫേറിന്റെ ഭാര്യ യോസഫിനെ ഭവനത്തിലേക്ക് വിളിച്ച് പ്രലോഭനത്തിനായി കയറ്റിയത് സൈബർ ഫോണിലൂടെയോ സെൽഫോണിലൂടെ അല്ല. പ്രിയ പാസ്റ്ററുകളെ, പാപം മാനുഷിക മനസ്സിലെ ചിന്താഗതിയുടെ വൈകൃത ഭാവങ്ങളാണ്. ഈ സൈബർ സ്പേസ് വരുന്നതിനും എത്രയോ വർഷം മുമ്പ് തന്നെ ഈ ലോകത്തിൽ പാപം ഉണ്ടായിരുന്നു. സൈബർ സ്പേസ് മുഖാന്തരമല്ല ഇത് കെണിയായി മാറിയതും പാപം ലോകത്തിലേക്ക് വന്നതും. അതിനെ ഞാൻ അവിടെ നിർത്തട്ടെ. വർഷം 2008 ബോബി ഗ്രൂൺവാൾഡ് എന്ന വ്യക്തി യുവേർഷൻ ബൈബിൾ ആപ്പ് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് പിന്നിൽ കാരണമായി തീർന്നത്, പ്രചോദനമായി തീർന്നത് ജോഹാനാസ് ഗുട്ടൻബർഗ് എന്ന വ്യക്തി കേവലം പ്രിന്റിംഗ് പ്രസ്സിലൂടെ ബൈബിളിനെ ലോകത്തിലേക്ക് പരിചയപ്പെടുത്തി ലോകമെമ്പാടും ദൈവത്തിന്റെ വചനം പരക്കുവാൻ കാരണമായെങ്കിൽ, ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ വർദ്ധിച്ചു വന്നപ്പോൾ, ഈ ടെക്നോളജിയുടെ ആവിർഭാവം കടന്നു വന്നപ്പോൾ, എന്തുകൊണ്ട് ഈ ടെക്നോളജി ഇന്നത്തെ കാലത്ത് പ്രിന്റിംഗ് പ്രസ് ആയിക്കൂടാ എന്ന ആശയമാണ് അദ്ദേഹത്തിനെ അത്തരം ഒരു ആശയത്തിലേക്ക് നയിച്ചത്. ഇന്ന് ഈ 2025 600 മില്യൺ ഡൗൺലോഡ്സ് ആണ് ബൈബിൾ വേർഷൻ യു വേർഷൻ എന്ന ബൈബിൾ ആപ്പിനുള്ളത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പലരുടെയും ഫോണിൽ ഇത്തരം ബൈബിൾ ആപ്പ് കാണും. 600 മില്യൺ ആൾക്കാരും ഈ ബൈബിൾ ഗെയിം സ്വന്തം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഗെയിം കളിക്കാനല്ല എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വീഡിയോ കണ്ട് രസിക്കാനല്ല എന്നാണ്. മറിച്ച് ദൈവത്തിന്റെ വചനം ഒരു ദിവസം ഒരിക്കലെങ്കിലും വായിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ ആപ്പുകൾ ഈ ലോകത്തിലേക്ക് വന്നത്. എനിക്ക് മുമ്പേ പവിനജൻ പല കോഴ്സുകളെ പരിചയപ്പെടുത്തി. എന്തിനു പറയുന്നു? തിയോളജി തുടങ്ങി ഏത് കോഴ്സുകളും നമ്മുടെ വിരൽ തുമ്പിൽ ഇന്ന് ലഭ്യമാണ്. കോഴ്സേര,
bible.org എന്ന് തുടങ്ങിയ പ്ലാറ്റ്ഫോമിലൂടെ പല കോഴ്സുകളും നമുക്ക് ലഭ്യമാണ്. സുവിശേഷീകരണത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഭൂമിയുടെ എല്ലാ അറ്റത്തോളം സുവിശേഷം എത്തണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ് ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം എത്തുക എന്ന് പറഞ്ഞാൽ. ഈ ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം എത്തണമെങ്കിൽ ലോജിക്കായി നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും ദൃശ്യ മാധ്യമ ഹ്രസ്വ ശൃംഖലാ മേഖലകളും മുഖാന്തരം ഈ ഭാരതത്തിൽ മാത്രമല്ല, ഈ ലോകത്തിൽ മാത്രം, ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എത്തുവാൻ സാധിക്കും. പ്രിയ കൂട്ടുകാരെ, ഇനിയും നാം പറയണോ സൈബർ സ്പേസ് കെണിയാണെന്ന്? ഇത് ജെൻസികളുടെ കാലഘട്ടമാ, ഡിജിറ്റൽ നേറ്റീവ്സിന്റെ കാലഘട്ടമാ. ഡിജിറ്റൽ നേറ്റീവ്സ് ആയ ജെൻസികൾ പറഞ്ഞേ, ജെൻസികളായ നിങ്ങളാണ് ഉത്തരം കൊടുക്കേണ്ടത്. സൈബർ സ്പേസ് കെണിയല്ല, മറിച്ച് ക്രൈസ്തവ സമൂഹത്തിന് ഇന്നിൽ ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടത് തന്നെയാണ് സൈബർ സ്പേസ് എന്ന് നാം ആണ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് വീണ്ടും ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് ചിന്തനം ചെയ്യപ്പെടേണ്ട നിമിഷമാണ്. അതിനുള്ള ആശയങ്ങളാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ പകർന്നു തരുന്നതെന്ന് ഒരിക്കൽ കൂടി പറയുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു കൃപ. മറുപടിയുമായി പാസ്റ്റർ ബിനോയ്. മാന്യ സദസ്സിന് വിനീതമായ കൂപ്പുകൈ. എനിക്ക് മുമ്പാകെ സംസാരിച്ച പ്രിയ സഹോദരിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പെന്തിക്കോസ്ത് സമൂഹത്തിനകത്ത് ധാരാളം ആത്മീകതയുടെ പാഠങ്ങൾ ഉണ്ട് എന്ന് നാം അവകാശപ്പെടുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രവണത കൗൺസിലിംഗ് സെൻ്ററുകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. കൗൺസിലിംഗ് സെൻ്ററുകൾ കൂടി വരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മളിലുള്ള പലർക്കും കൗൺസിലിങ്ങുകൾ ആവശ്യമായി വരുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ പിന്നിലെ ചിന്ത? അതിൻ്റെ കാരണം എന്താണ് എന്ന് പഠിച്ചാൽ നമ്മുടെ ആത്മീക തലമുറ എന്ന് മാത്രമല്ല, നമ്മുടെ ഭൗതിക തലമുറയിലും ഇത് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന പ്രസംഗവേദികളിൽ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിനെ വിപുലീകരിക്കണമെന്നും ഇച്ചിക്കൂടി ആഴത്തിലേക്ക് പോയി അതിനെക്കുറിച്ച് പഠിക്കൂ എന്നും പ്രമോഷനായി പ്രസംഗിച്ച ഒരൊറ്റ വ്യക്തികളും ഈ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ല. ഇത് കെണിയാണെന്നും ഇതിനകത്ത് മനുഷ്യനകപ്പെട്ടാൽ ഇതിൽ നിന്ന് കയറി വരാൻ പ്രശ്നങ്ങൾ പലതാണ് എന്നും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള മെസ്സേജുകളാണ് നമ്മൾ കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? മാതാപിതാക്കളുടെ ടെൻഷനുകൾ കൂടുന്നൊരു കാലം. പഠനോപകരണത്തിനു വേണ്ടി വാങ്ങിച്ചു കൊടുത്ത സ്മാർട്ട് ഫോണുകളിൽ വിവിധ ആപ്ലിക്കേഷനുകളെ ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾ പ്രൈവസി റൂമിലേക്ക് മാറിപ്പോയി അപ്പനും അമ്മയോടുമുള്ള കമ്മ്യൂണിക്കേഷനുകളില്ലാതെ അത് കൗൺസിലിംഗ് സെൻ്ററിൻ്റെ 4 മുറിക്കകത്തൊതുങ്ങി കൗൺസിലിങ്ങുകൾ മാത്രം അഭയം തേടിപ്പോകുന്ന ഒരു ന്യൂജൻ കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സൈബർ ഇടങ്ങൾ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും മനുഷ്യനും ഒറ്റക്കിരുന്ന് അവരുടെ പ്രൈവസിയെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കെണിയുടെ കലവറയാണ് എന്നതിന് തർക്കമില്ല. ആ തലമുറയുടെ കെണിയെ പൊട്ടിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ക്യാമ്പ് നാം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അല്ല, ഈ സൈബർ ഇടങ്ങൾ കെണി അല്ല എന്ന് വരികിൽ ഈ ക്യാമ്പിന് പ്രസക്തിയില്ല, ഈ കൂടിവരവിന് പ്രസക്തിയില്ല. ഈ ക്യാമ്പ് വിളിച്ചു പറയുന്നത് നമ്മളിൽ ഇനിയും രൂപാന്തരം വരാനുണ്ട്. ആഴമായ ബോധവൽക്കരണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് ലഭിക്കാനുണ്ട്. യേശു എന്താ പറഞ്ഞെന്നറിയാമോ? യേശു തന്നെ അനുഗമിച്ച ഒരു പുരുഷാരത്തെ നോക്കി പറഞ്ഞു. ലൂക്കോസ് 23-ാം 27-ാം വാക്യം. യേശു പറയുന്നു, എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ.
അങ്ങനെയെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് കിടക്കുന്ന ഇൻഫ്ലുവൻസിന് എതിരെ ഒരു മതിൽ തീർക്കുക, അത് തെറ്റാണ്. ആ കെണിയിൽ അകപ്പെടുന്ന ഒരൊറ്റ കുഞ്ഞുങ്ങളും അടുത്തൊരു തലമുറയിൽ മെയിൻ സ്റ്റേജിൽ വരില്ല എന്ന് തെളിയിക്കുകയാണ് ഈ പ്ലാറ്റ്ഫോം. കെണിയാണ് ഉപകാരത്തെക്കാൾ കെണി, കെണി, കെണി. ഇതിലുള്ള ഈ കെണിക്കെതിരെ ഇവിടെ നിൽക്കുന്ന യുവജനങ്ങൾ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുക. താങ്ക് യു പാസ്റ്റർ ബിനോയ്. മറുപടി പാസ്റ്റർ വൈശാഖ്. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ വന്ദനം. തൊട്ട് മുമ്പ് എന്നെ സ്നേഹിതൻ പാസ്റ്റർ പറഞ്ഞ ഒരു വിഷയത്തെ ഊന്നി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൗൺസിലിങ്ങിനെ പറ്റി ദൈവദാസൻ ചില കാര്യങ്ങൾ വാചാലമായി വാതോരാതെ പറയുവാനിട. എന്നാൽ പണ്ട് ഈ വിഷാദരോഗം ബാധിച്ച ആളുകൾ വരുമ്പോൾ അങ്ങനെയുള്ളവരെ പണ്ട് ഭ്രാന്തന്മാരെന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിനെ തിരുത്തുവാൻ ഇന്ന് കാണുന്ന ഈ സൈബർ ലോകം, അല്ലെങ്കിൽ ഇന്നത്തെ ഈ സൈബർ ലോകം, അതൊരു രോഗമാണ്, മനസ്സിനുണ്ടാകുന്ന വിഷാദ രോഗമാണ് എന്ന് തിരുത്തി ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞുകൊടുത്ത് അതിനെ ചികിത്സിപ്പാൻ കൗൺസിലിങ്ങിലൂടെ ഒരു കൂട്ടം പേർ എഴുന്നേറ്റു വരുന്നത് അത് വിജയകരമാണ്. അതുകൊണ്ട് ഞാൻ ഊന്നി പറയാം, ഈ സൈബർ ലോകം ഒരു കെണിയല്ല, അതൊരു കെൽപ്പാണ്. ഞാനതിനെ എടുത്തു പറയട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ ക്രൈസ്തവ മേഖലയിൽ അനുഗ്രഹിക്കപ്പെട്ട ധാരാളം കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ധാരാളം പേരുണ്ട്. അതിലൂടെ അങ്ങനെയുള്ള ആളുകളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അത് കാരണമായി തീരും. മാത്രമല്ല, പ്രിയ ദൈവദാസൻ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു. ഫേസ്ബുക്ക്, യൂട്യൂബ്, മറ്റ് പല മാധ്യമങ്ങളുടെ ഉപയോഗങ്ങളെ കുറിച്ച് പറയുവാനിടയായി. നമ്മൾ ഇന്ന് ഈ CA ക്യാമ്പിന് ഈ ദിവസങ്ങളിൽ ഇവിടെ കടന്നു വന്നത് ഈ യൂട്യൂബ്, ഫേസ്ബുക്കും ഇതെല്ലാം ഉപയോഗിപ്പാൻ വേണ്ടി പ്രചോദനം കൊടുക്കുവാനല്ല, ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ആ വചനം ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുവാൻ കഴിയുമോ അത് ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ദൈവത്തിന്റെ വചനം അറിയിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ CA ക്യാമ്പിന് വേണ്ടി നാം കടന്നു വരുവാനിടയായത്. മാത്രമല്ല, ഇത് നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ CAയുടെ വർഷത്തിൽ ഒരിക്കലുള്ള യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് ഞാൻ ഈ സമയം ഊന്നി പറയുവാൻ ഞാൻ ആഗ്രഹിക്കണം. മാത്രമല്ല, എന്റെ സ്നേഹിതൻ പാസ്റ്റർ ജോബിൻ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ എടുത്തു പറയട്ടെ. അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനകത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ഇന്നത്തെ ഈ സൈബർ ലോകം നിമിത്തം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ലോകത്തിനുണ്ടായത്. ഒരു കാലത്ത് അല്ലെങ്കിൽ 120 പേർ കൂടിയിരുന്ന ജനം അവർ ആരാധിച്ചു, ദൈവശക്തി വ്യാപരിച്ചു. ആമേൻ. സുവിശേഷം വളരെ ശക്തമായി ഭൂലോകത്തിൽ പരന്നു. എന്നാൽ ഞാൻ ഇന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ കഴിയും, നമ്മൾ ഒരു കാലത്ത് ട്രാക്ട് കൊടുത്തും പരസ്യോഗങ്ങൾ നടത്തിയും ഒരു ദിവസം എത്ര വീടുകൾ കയറുവാൻ കഴിയും, ഒരു ദിവസം എത്ര സ്ഥലങ്ങൾ, ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് പരസ്യോഗങ്ങൾ, മീറ്റിംഗുകൾ നടത്തുവാൻ കഴിയും. എന്നാൽ നമ്മുടെ മുൻപാകെ തുറന്നിട്ടിരിക്കുന്ന ഒരു വിശാലമായ ലോകമുണ്ട്. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകളെ, പതിനായിരങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകളെ യേശുവിലേക്ക് ചലിപ്പിക്കുവാൻ ഈ സൈബർ ലോകത്തിൽ കഴിയുമെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങളിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും നമ്മുടെ നാട്ടിലും ടെലിവിഷനിൽ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ ഒത്തിരി പേരുണ്ട്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ, പഞ്ചാബിൽ, എസ്പെഷ്യലി പഞ്ചാബിൽ മാസ് കൺവേർഷൻ, ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാസായി കൺവേർഷൻ നടക്കുന്നു. അവിടെയെല്ലാം ഈ സൈബർ ലോകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പണ്ട് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിലും ഇന്നും നടക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, മുടന്തൻ എഴുന്നേറ്റ് നടക്കുന്നു. ദൈവപ്രവൃത്തി ഈ കാലഘട്ടത്തിലും വെളിപ്പെടുന്നു എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, സഭാ വളർച്ച വളരെ ഫാസ്റ്റായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സൈബർ ലോകം നമുക്കൊരു കെൽപ്പാണ്. ഇതൊരു അനുകൂലമായ അനുഭവമാണ്. നമുക്കുള്ള എല്ലാ മാധ്യമങ്ങളും നന്നായി ഉപയോഗിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു പാസ്റ്റർ വൈശാഖ്. ബ്രദർ മാത്യൂസ്.
എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. എൻ്റെ പിന്നിൽ രണ്ട് വ്യക്തികൾ സംസാരിക്കാണ്ടായി. അവരെ കുറിച്ചുള്ള ചില പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സൈബർ ഇടങ്ങളിൽ കെണിയോ എന്നാണ്. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു സൈബർ രോഗം കെണിയാണ്. എന്തുകൊണ്ടാണ് കെണിയാണെന്ന് പറയുന്നത്? ഇവിടെ പറയുന്നു, എന്നെ പ്രസംഗിച്ച പാസ്റ്റർ പറയുന്നു വിഷാദ രോഗത്തെക്കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് വിഷാദ രോഗം ഉണ്ടായെന്ന് ഞാൻ പറയാം. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളിന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മളൊന്ന് നോക്കണം, ഈ പ്ലാറ്റ്ഫോമിൽ ചിന്തിച്ച് നോക്കി നമ്മുടെ മുന്നിലേക്ക് ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഈ നവമാതങ്ങളായ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പുറമോട്ട് എങ്ങനെയാ കെണിയിലോട്ട് അകപ്പെടാൻ കാരണമായി തീരുന്നത്. നമ്മളൊന്ന് ചിന്തിക്കാം, ഒരു വിരലൊന്ന് തൊട്ടാൽ മതി നമ്മുടെ കയ്യിരിക്കുന്ന ഈ മൊബൈലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വഴിയെറ്റിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ കയ്യിരിക്കുന്ന മൊബൈൽ ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾ ഏത് സൈറ്റിലോട്ടാണ് കയറി പോകുന്നത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് അത് നല്ലതുമുണ്ട്, എന്നാൽ അത് പന്നലുമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ഫോൺ തരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ ഈ കെണിയിൽ അകപ്പെട്ടു പോകുന്നത്? ഒന്ന്. രണ്ടാമത്തെ, നമ്മുടെ ഫോണിൽ ഒരു മിസ് കോൾ വന്നാൽ നമുക്കൊരു ടെൻഷനാണ് അല്ലേ? എന്തുകൊണ്ടാണ് ടെൻഷൻ വരുന്നത്? ആരാണ് ആ മിസ് കോൾ അടിച്ചത്? എന്തിനു വേണ്ടിയാണ് അടിച്ചത്? നമുക്കൊരു സമാധാനമില്ല. തിരിച്ച് നമ്മൾ അങ്ങോട്ട് വിളിച്ചു നോക്കുമ്പം ഇത് ആരാണ് എന്താണ് ചോദിക്കും. ഉടനെ അവർ പറയും ഇത് മിസ് കോൾ വന്നതാണ്. ഉടനെ എന്താ പറയുന്നത്? തുടർന്ന് അവർ സൗഹൃദ ബന്ധങ്ങൾ അവിടെ സ്ഥാപിക്കുകയാണ്. തുടർന്ന് എന്താണ് സാധിക്കുന്നത്? അത് പ്രണയബന്ധങ്ങളായി മാറുന്നു. അതിലൂടെ അവർ ചതിക്കുഴിയിലേക്ക് അകപ്പെടുകയാണ്. തുടർന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പം ഞാൻ യുവജന പലരെ കണ്ട് പരിചയപ്പെട്ട് ചോദിക്കുന്നത്, അച്ചാ ഫേസ്ബുക്ക് ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ എന്ന്. ഇതിൽ കൂടെ എന്താണ് സംഭവിക്കുന്നത്? വാട്സപ്പിൽ നമ്പർ മേടിച്ച് അവർ ആദ്യമേ സൗഹൃദങ്ങൾ സംഭവിക്കുന്നു. പിന്നെ എന്താണ് ചോദിക്കുന്നത്? അവരുടെ പ്രൊഫൈൽ ചെയ്തിലെ ഫോട്ടോ എടുത്തിട്ട് അവർ മറ്റേത് മോർഫ് ചെയ്ത് വേറെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് പൈസകൾ മേടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഈ സമൂഹം ഇരിക്കുന്നതെന്ന് എനിക്ക് ആവർത്തിച്ച് വിളിച്ചു പറയാൻ സാധിക്കും. നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർക്ക് അറിയാം ഇത് കെണിയാണെന്ന്. ഞാൻ ആവർത്തിച്ച് ഒരു പോയിന്റ് കൂടെ നിന്നിൽ മുമ്പ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സൗദി അറേബ്യ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ അവിടുത്തെ സഹോദരന്മാർ ജോലി ചെയ്യുന്ന ഫാമിലീസ് ജോലി ചെയ്യുമ്പോൾ പലരും നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട്, ഡേ ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ സിസ്റ്റർമാർ മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, സഹോദരന്മാരെല്ലാവരും ഡേ ഡ്യൂട്ടി ആയിരിക്കും. അതുപോട്ടെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഡേ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവരെ ഡേ കെയറിലാക്കുന്ന കാലഘട്ടമുണ്ട്. ഈ ഡേ കെയർ കഴിഞ്ഞ് കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അവരുടെ വീട്ടു ജോലിയിലേക്ക് കടന്നു പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങളുടെ കൈ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ അടങ്ങിയിരിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ എത്ര പേര് ആ കുഞ്ഞിനോടൊന്ന് സ്പെൻഡ് ചെയ്യുന്നു? എത്ര പേര് ആ കുഞ്ഞിനോടൊന്ന് സംസാരിക്കുന്നു? അവനൊന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ അപ്പനും അമ്മയും സംസാരിച്ചായിരുന്നെങ്കിൽ. എന്താണ് ചെയ്യുന്നത്? യൂട്യൂബ് കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടോ ആ കുഞ്ഞ് എവിടെയൊക്കെ കയറി പോകുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം സൈബർ ലോകത്തെ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി കൃപ പറഞ്ഞു പറയുണ്ടായി, ഗെയിമിനെ കുറിച്ച് പറയുണ്ടായി. ഒരു വാക്കോട് പറയാം. ഗെയിമിനെ കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഗെയിം കളിച്ച് എത്ര പേരാണ് വിഷാദ രോഗത്തിലേക്ക് ഭാരപ്പെടുന്നത്? കാരണം ഇന്ന കാലഘട്ടത്തിൽ ഇവിടെ പൗജി കളിക്കാത്ത എത്ര പേരുണ്ട് നമ്മുടെ സഹോദരങ്ങൾ. അവർ പൗജി കളിച്ച് മാനസിക രോഗങ്ങളിലേക്കല്ലേ ട്രീറ്റ്മെൻറ്റ് ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റിലുണ്ടത്. അതൊക്കെ അറിയാം. വേറെ ഒറ്റ ചിന്തയുമാണ്. ഇന്നത്തെ നമ്മുടെ വീട്ടിലെ പൊടിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, പൊടിക്കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കണം. മൊബൈൽ ഫോൺ കൊടുത്താലേ അവർ ഫുഡ് കഴിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കെണിയിലേക്ക് തള്ളിവിടുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. ഇതിലേക്ക് എനിക്ക് വിളിച്ചു പറയാനുള്ളത്, സൈബർ ലോകങ്ങളിൽ നിങ്ങൾ കെണികളാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ബ്രദർ മാത്യൂസ്. ദബോറ മറുപടി നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. സൈബർ ലോകം നമുക്കൊരു കെണിയാണെന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. സൈബർ ലോകം നമുക്കൊരു കെൽപ്പ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് മുൻപായി പറഞ്ഞ ചില പോയിന്റ്സിന് ഞാൻ പറയാം. വിഷാദ രോഗത്തെ പറ്റി എനിക്ക് മുമ്പ് പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്നാൽ ഈ വിഷാദ രോഗം എന്നത് ഇന്നോ ഇന്നലെ വന്നതല്ല. ഇപ്പം മുൻപ് പറഞ്ഞതുപോലെ പണ്ട് ഭ്രാന്തന്മാരെന്ന് വിളിച്ചു. സൈബർ ലോകത്തിൻ്റെ വരവോടെയാണ് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് തന്നെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ നമുക്ക് സാധിച്ചത്. ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ, അതായത് ഒരു വ്യക്തി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കാരണം അവർ വളരെ വിഷാദമായിട്ടിരിക്കുകയാണെന്ന് വെച്ചോ, ആ സമയത്ത് വേറെ ആരും എനിക്കില്ലായിരിക്കും, എൻ്റെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് ആരുമില്ലായിരിക്കും, ഒരു സുഹൃത്ത് വേറെ ഉണ്ടായിരുന്നിരിക്കും, എനിക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ ഞാൻ
ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കുകയാണ്, ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ CA-ക്കാർ ഇട്ട ഒരു പോസ്റ്റ് മതി, ഒരു ദൈവത്തെ പറ്റി പറഞ്ഞ ജീസസ് ലവ്സ് യു എന്ന ഒരു വാക്ക് മതി ആ വ്യക്തിയുടെ ഡിപ്രഷൻ മാറാൻ. നമ്മുടെ പ്രേയർ സെല്ലുകളും നമ്മുടെ പ്രസംഗങ്ങളും മതി ആ വ്യക്തിയുടെ ഡിപ്രഷൻ മാറാൻ, അവരുടെ മാനസിക രോഗം മാറാൻ. അത് മാത്രം മതി. ഇതുപോലെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് എൻ്റെ എതിർ ടീമിൻ്റെ പ്രശ്നം. ഇപ്പം അവർ പറയുകയുണ്ടായി, ഫോണെന്ന് പറഞ്ഞാൽ കെണിയാ, നമ്മൾ അതിനകത്ത് ഏത് സൈറ്റിലോട്ട് പോകണമെന്ന് നമുക്കറിയത്തില്ല എന്ന്. ആര്? ഈ ജെൻസി പിള്ളേർ. ഞങ്ങൾ ജനിച്ചു വളർന്നതും ജനിച്ചു വീണതും വളർന്നതും എല്ലാം ഈ ഇൻ്റർനെറ്റ് ലോകത്താണ്. എങ്ങോട്ട് പോകണം പോകണ്ട എന്ന് നമുക്കറിയാം. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്. ആ ബാറ്റ് വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? നമ്മൾ നല്ല സിക്സർ അടിക്കാം അല്ലേ? അതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? അതെടുത്ത് ഒരാളുടെ തലയ്ക്കൊരു അടിയും കൊടുക്കാം. അത് ബാറ്റിന്റെ പ്രശ്നമല്ല, ഉപയോഗിക്കുന്ന ആളുടെ പ്രശ്നമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിലുള്ള സൈബർ ലോകം നന്നായി ഉപയോഗിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അതുപോലെ ഫേസ്ബുക്കും വാട്സപ്പും മാത്രമാണ് സൈബർ ലോകമെന്ന് ഒരു തെറ്റിദ്ധാരണ ഇവിടെയുണ്ട്. അത് മാത്രമല്ല സൈബർ ലോകം. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഞാൻ IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ അനന്തമായ സാധ്യതകൾ, ഇപ്പം AI, ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, ഡാറ്റ സയൻസ് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അനന്തമായ സാധ്യതകളെ പറ്റി അതിനെപ്പറ്റിയുള്ള ബോധം